മീറ്റിംഗ് ഏതാണ്ട് 1 മണിക്കൂറോളം ആയി ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റിന് മുമ്പാണ് പ്രതിരോധ വകുപ്പ് മന്ത്രിയും അതിനുശേഷം പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയും എത്തിയത്. അതോടുകൂടി ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉന്നത നേതാക്കളുടെ ഒരു പട തന്നെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്. നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരും മറ്റും പങ്കെടുത്തു. ആ യോഗം അവസാനിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും ആ യോഗം അവസാനിച്ചിട്ടുണ്ടാവുക. ആ യോഗം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്രമണങ്ങൾ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ ആ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നീക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ യോഗം അവസാനിക്കുകയും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ആ സമയത്ത് തിരിച്ചു പോകാതെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉണ്ടായിരുന്നത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലായിരുന്നു. അജിത് ഡോവൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരുന്നത്. ഇതേ തുടർന്ന് പ്രധാനമന്ത്രിയും അജിത് ഡോവലും അവിടെ യോഗം ചേരുകയായിരുന്നു, അല്ലെങ്കിൽ അവർ അത് വിശകലനം ചെയ്യുകയായിരുന്നു. അതിനുശേഷം റോ മേധാവിയെ ആ യോഗത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. റോ മേധാവി വന്ന് മീറ്റിംഗ് അവർ 3 പേരും ഇരുന്നതിന് ശേഷമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ആ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആദ്യം ചേർന്ന യോഗത്തിൽ എസ് ജയശങ്കർ പങ്കെടുത്തിരുന്നില്ല. പിന്നീട് രണ്ടാമത് ഇരുന്ന ആ യോഗത്തിലേക്കാണ് എസ് ജയശങ്കറെ വിളിച്ചത്. ജയശങ്കർ വന്നതിന് ശേഷം വിദേശകാര്യ സെക്രട്ടറിയെ കൂടി ആ യോഗത്തിലേക്ക് വിളിച്ചു. അതിനു പിന്നാലെയാണ് പ്രതിരോധ വകുപ്പ് മന്ത്രിയും സംയുക്ത സൈനിക മേധാവിയും കൂടി യോഗത്തിലേക്ക് എത്തിയത്. സ്വാഭാവികമായും പാകിസ്ഥാൻ തുടർച്ചയായി രാജ്യത്തിനെതിരെ പ്രകോപനപരമായ നീക്കങ്ങളും ആക്രമണങ്ങളും തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്താണ് ഒരു നീക്കം, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നത്, അത് എടുക്കേണ്ട സമയവും ഒരുപക്ഷെ ആയിട്ടുണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലാണ് നേരത്തെ നിശ്ചയിച്ച യോഗമല്ലാതിരുന്നിട്ട് പോലും പ്രധാനപ്പെട്ട ആളുകൾ, രാജ്യത്തെ നയിക്കുന്ന ആളുകൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ ഇരുന്ന് എന്ത് നീക്കങ്ങളാണ് ഇനി പാകിസ്ഥാനോട് ചെയ്യേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. ഇതുവരെ പ്രത്യക്ഷത്തിൽ വലിയ തോതിൽ പ്രതിരോധ മറ തീർത്തിരുന്നെങ്കിൽ പോലും തിരിച്ചടിയിലേക്ക് രാജ്യം ആ തരത്തിൽ പോയിരുന്നില്ല. അങ്ങനെ ഒരു തിരിച്ചടിയിലേക്ക് രാജ്യം പോകേണ്ട സമയമായോ, അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കേണ്ട സമയമായോ, തീരുമാനമെടുക്കേണ്ട സമയമായോ? അങ്ങനെ തീരുമാനമെടുക്കുകയാണെങ്കിൽ എവിടെ, എപ്പോൾ, എങ്ങനെ, അത്തരം ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ബോഡിയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലുള്ളത്. അവർ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ആരെങ്കിലും വരാനുള്ള സാധ്യത കുറവാണ്. ഏറ്റവും അവസാനം ഒരു 10 മിനിറ്റ് മുമ്പ് കര, നാവിക, വ്യോമസേന മേധാവിമാർ കൂടി ഒരുപക്ഷെ വരാനുള്ള ഒരു സാധ്യത പറഞ്ഞിരുന്നു. പക്ഷേ സംയുക്ത സൈനിക മേധാവി അവിടെ ഉള്ള ഒരു പശ്ചാത്തലത്തിൽ അതിനുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂറിനടുത്തായി രണ്ടാമതുള്ള ഈ പ്രധാനപ്പെട്ട യോഗം തുടങ്ങിയിട്ട്. ഈ യോഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളുടെ പല ഭാഗത്തും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ആ യോഗം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ഥിതിവിശേഷമല്ല ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തുള്ളത്. ഓരോ സമയത്തും സ്ഥിതിവിശേഷങ്ങൾ മാറുന്നു. ചില ആളുകൾക്ക്, സിവിലിയന്മാർക്ക് പരിക്കേൽക്കുന്ന കാര്യങ്ങളൊക്കെ PTVയും NDTVയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.